റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ കൌൺസിൽ അംഗങ്ങൾക്ക് ഇരിക്കാൻ കസേരയില്ല. പണം നൽകാത്തതിനാൽ നഗരസഭ വാങ്ങിയ കസേരകൾ സ്വകാര്യ കമ്പനി എടുത്തുകൊണ്ടുപോയതാണ് കാരണം. കൌൺസിൽ ഹാളിലേക്ക് വാങ്ങിയ 40 റിവോൾവിംഗ് ചെയറുകളാണ് തിരിച്ചുകൊണ്ടുപോയത്. 40 കസേരയ്ക്ക് 3,86,000 രൂപയായിരുന്നു വില. 4 മാസം കഴിഞ്ഞിട്ടും പണം നൽകാത്തതിനെ തുടർന്നാണ് കസേര കൊണ്ടുപോയത്. കസേര വിവാദം ആയുധമാക്കി പ്രതിപക്ഷവും രംഗത്തെത്തി. അതേസമയം മാനദണ്ഡങ്ങൾ പാലിക്കാതെ വൈസ് ചെയർമാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കസേര വാങ്ങിയതെന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയായി പുനലൂർ മാറുകയാണോ? പഴയ പ്ലാസ്റ്റിക് കസേര പോലും ഇപ്പോൾ അവിടെ ഇല്ലേ? റിവോൾവിംഗ് ചെയർ വന്നപ്പോൾ അതും എടുത്തു മാറ്റിയോ? സുജിയ, ഇപ്പോൾ പഴയ പ്ലാസ്റ്റിക് കസേരകൾ തിരഞ്ഞു നടക്കേണ്ട അവസ്ഥ പുനലൂർ മുനിസിപ്പാലിറ്റിക്ക് വന്നു എന്നുള്ളതാണ്. അതായത് ഈ സെക്രട്ടറി പറയുന്നത് ഇങ്ങനെയാണ്: പർച്ചേസിംഗ് മാനുവലിന് വിരുദ്ധമായിട്ട് അവിടുത്തെ നഗരസഭ ഉപാധ്യക്ഷൻ പോയി 40 കസേര വാങ്ങുന്നു. ഈ 40 കസേരയ്ക്ക് 3,86,000 രൂപ വില വരികയും ചെയ്തു. ഇതിൻ്റെ ബില്ല് തനിക്ക് പാസ്സാക്കാൻ പറ്റില്ല എന്നാണ് സെക്രട്ടറി പറയുന്നത്. 50,000 രൂപയ്ക്ക് മുകളിൽ ഉള്ള ബില്ലാണെങ്കിൽ അത് കൗൺസിൽ കൂടി, അത് പ്രൊക്യൂർ കമ്മിറ്റി മീറ്റിംഗ് കൂടിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ബില്ല് പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഒരു മീറ്റിംഗും കൂടാതെയാണ് ഉപാധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ 40 കസേരകൾ വാങ്ങുന്നത്. ഈ 40 കസേരകൾക്ക് 3,86,000 രൂപയായിരുന്നു ചിലവായത്. ഈ 3,86,000 രൂപ പുനലൂരിലുള്ളതിന് ഒരു കടക്കാരൻ കടമായി നൽകുന്നു. പിന്നീട് പാസ്സാകുമെന്നുള്ള ധാരണയിലാണ് ഈ കടക്കാരൻ ഈ 40 കസേരകൾ മുനിസിപ്പാലിറ്റിക്ക് നൽകുകയും ചെയ്തത്. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 4 മാസമായി കൗൺസിൽ അംഗങ്ങൾ ഈ കറങ്ങുന്ന കസേരയിലാണോ ഇരുന്നുകൊണ്ടിരുന്നത്? അപ്പോൾ ഇരുന്നിരുന്ന് അത് കുറച്ച് വേർ ആൻഡ് ടയർ ഒക്കെ ആയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് പോയാൽ ഇനി അത് പുതിയതായിട്ട് വിൽക്കാനും കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും സുജിയ, ഈ 4 മാസവും ഈ കസേരയിൽ തന്നെയാണ് ഈ കൗൺസിൽ അംഗങ്ങളെല്ലാം തന്നെ ഇരുന്നത്. പക്ഷേ ഇതിൻ്റെ ബില്ല് പാസ്സാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഈ കച്ചവടക്കാരൻ നിന്നിരുന്നത്. 4 മാസം കഴിഞ്ഞിട്ടും ബില്ല് പാസ്സാകാത്തതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരം മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് അദ്ദേഹം കോപിതനായി എത്തുകയും ഈ കസേര മുഴുവൻ, അതായത് 40 കസേരയും ലോറിയിൽ കയറ്റി കൊണ്ടുപോകുകയാണ് ചെയ്തത്. നമ്മൾ ഒരു സിനിമയിൽ കണ്ടതുപോലെ പണ്ടൊരു ബാർബർ ഷോപ്പിൽ പഴയ കസേര വലിച്ചെറിയുന്നു, പിന്നീട് അത് തന്നെ തിരിച്ച് എടുക്കേണ്ട ഒരു കഥയുണ്ടായിരുന്നു. അതേ കഥയിലാണ് ഇപ്പോൾ പഴയ കസേരകൾ മറ്റ് വിഭാഗങ്ങളിലേക്ക് കൊടുത്തിരുന്നു. ആ കസേരകൾ ഇപ്പോൾ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് കൗൺസിൽ അംഗങ്ങൾക്ക് ഇരിക്കേണ്ട ഗതികേടിൽ എത്തിയിരിക്കുകയാണ്. അത് തന്നെ ആയുധമാക്കി ഇപ്പോൾ പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഇപ്പോൾ ഇരിക്കാൻ കസേര ഇല്ലാത്തതിന് കൗൺസിൽ സെക്രട്ടറി ഉപരോധിക്കുന്നതടക്കം സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും സെക്രട്ടറിയുടെ അനുവാദമില്ലാതെ 3,86,000 രൂപ നൽകി പരിഹരിക്കണമല്ലോ. ദിലീപ് ഇപ്പോൾ പറഞ്ഞ ഈ തുക, ഇത്രയും തുക വൈസ് ചെയർമാൻ സ്വന്തം ഇഷ്ടപ്രകാരം കസേര വാങ്ങിയെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ റിവോൾവിംഗ് ചെയറിൽ ഇരിക്കുമ്പോൾ ഇത്രയും വിലയുള്ള, അതായത് ഒരു കസേരയുടെ വിലയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിനൊക്കെ തുകയൊക്കെ കൊടുത്തോ, തുകയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് പോലും ആ സമയത്തൊന്നും ആരും ചോദിച്ചില്ല. ഇപ്പോൾ എടുത്തുകൊണ്ട് പോയപ്പോഴാണോ ഈ തുകയും കസേര പർച്ചേസ് ഒക്കെ വിവാദമാവുന്നത്? സുധിയ, ഇത് ചോദ്യം തന്നെ നമ്മൾ പ്രതിപക്ഷത്തോടും ചോദിച്ചിരുന്നു, ഭരണപക്ഷത്തോടും. അപ്പോൾ ഇത് ഭരണപക്ഷത്തിൻ്റെ ഇടപാടായിരിക്കുമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. പ്രതിപക്ഷം ഇതിനെ അന്ന് തന്നെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബില്ല് പാസ്സാകാൻ ചില കാലതാമസം ഉണ്ടാകുന്നത് സർക്കാർ ഓഫീസുകളിൽ സർവ്വസാധാരണമാണ്. ബില്ല് പാസ്സാകാനുള്ള താമസം ഇരിക്കാനുള്ള കസേരയും കൊണ്ട് പോകുന്ന വിചിത്രമായ നടപടിയാണ് നമ്മൾ കാണുന്നത്. പുനലൂർ മുനിസിപ്പാലിറ്റിയിലാണ് കൗൺസിൽ അംഗങ്ങൾക്ക് ഇരിക്കാനായി വാങ്ങിയ റിവോൾവിംഗ് ചെയർ അത് സ്വകാര്യ കമ്പനി എടുത്തുകൊണ്ട് പോയത്. 40 കസേര വാങ്ങിച്ചു. 40 കസേരയിൽ 4 മാസം ഇരുന്നു. 3,86,000 രൂപ കൊടുക്കാത്തത് കൊണ്ട് കമ്പനി ഈ കസേര തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ അത് വിവാദമാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയ കസേര വാങ്ങിയിടുമോ അതോ ഈ കസേരയുടെ കാശ് കൊടുത്ത് ആ കസേര തിരിച്ചിങ്ങ് കൊണ്ടുവരുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. പുനലൂരിലേക്ക്